കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഭരണവും പ്രതിഷേധവും ഒരുപോലെ തുടരുകയാണ്. രണ്ടിൻ്റെയും സ്ഥിരാകേന്ദ്രം സെക്രട്ടേറിയറ്റ് തന്നെ. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത സർക്കാരിനാണോ അതോ കേന്ദ്രത്തിൽ നിന്നും നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണർക്കാണോ പദവി അധികം, അധികാരം അധികം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തർക്കത്തിന് കാരണം. എന്നാൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സർക്കാരിനുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് സർക്കാർ വാദിക്കുന്നു. അധികാരം തനിക്കാണ് കൂടുതലെന്നും എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ലഫ്റ്റനന്റ് ഗവർണറും പറയുന്നു. പുതുച്ചേരിയിലെ അധികാര തർക്കത്തിലേക്ക്. പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങളാണ് പുതുച്ചേരി സംസ്ഥാനമെന്ന കേന്ദ്രഭരണ പ്രദേശത്തുള്ളത്. പുതുച്ചേരിക്ക് പുറമെ തമിഴ്നാട്ടിലെ കാരക്കൽ, ആന്ധ്രയിലെ യാനം, കേരളത്തിലെ മാഹി, ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് പുതുച്ചേരി. 30 നിയമസഭാ മണ്ഡലങ്ങളും ഒരു ലോക്സഭാ മണ്ഡലവും. ഫ്രഞ്ച് അധിനിവേശത്തിന്റെ ശേഷിപ്പുകളുള്ള സംസ്ഥാനത്ത് ടൂറിസം തന്നെയാണ് പ്രധാന വരുമാനമാർഗം. കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഉള്ളതുകൊണ്ടുതന്നെ വരുമാനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകേണ്ടത്. ഇത് നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്രം കാലാകാലങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാരെയും നിയോഗിച്ചു. പോണ്ടിച്ചേരിക്ക് സ്വതന്ത്രമായ അസംബ്ലി ഉണ്ടെങ്കിലും ഭരണഘടനാപരമായും നിയമപരമായും ഏതാണ്ട് 70% ധനവിനിയോഗ അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറിൽ തന്നെയാണ്. പോലീസ്, ഇവിടെ പോലീസ് മന്ത്രിയുണ്ട്, ആഭ്യന്തര മന്ത്രിയുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും പോലീസിന് നേരിട്ടുള്ള നിയന്ത്രണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. ചുരുക്കി പറഞ്ഞാൽ രാജ്നാഥ് സിംഗ് ആണ് ഇവിടെ അസംബ്ലി ഉണ്ടെങ്കിലും LG ഉണ്ടെങ്കിലും ഒക്കെ രാജ്നാഥ് സിംഗ് ആണ് അന്തിമ ഡിസിഷൻ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ കോറമന്റൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതും പടിഞ്ഞാറ് അറബിക്കടൽ തീരമുൾപ്പെടെ 4 പ്രദേശങ്ങളിലായി തുരുത്തുകൾ പോലെ ചിതറിക്കിടക്കുന്നതുമായ ഒരു ഭൂസമൂഹമാണ് പുതുച്ചേരി. മുൻപ് പോണ്ടിച്ചേരി എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് കോളനിയായിരുന്ന പുതുച്ചേരി 1963 ജനുവരി 7-നാണ് ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്. ചരിത്രത്തിൽ ഫ്രഞ്ച് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാരുടെ ഭരണകാലത്തും ഫ്രാൻസിന്റെ അധികാരത്തിൽ തന്നെയായിരുന്നു. ആകെ 492 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് പുതുച്ചേരിക്കുള്ളത്. ഡൽഹിയിലേതുപോലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുണ്ടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ വി നാരായണസ്വാമി മുഖ്യമന്ത്രിയായി ഭരണം നടത്തുന്ന പുതുച്ചേരിയിൽ ലഫ്റ്റനന്റ് ഗവർണറായി എത്തിയത് കിരൺ ബേദിയാണ്. ചാർജ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ കിരൺ ബേദി ഭരണം ആരംഭിച്ചു. ഇതോടെയാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. ഫെഡറൽ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന നടപടികളാണ് ഇപ്പോൾ ഉള്ള ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഡൽഹിയിലെ സാഹചര്യവും പോണ്ടിച്ചേരിയിലെ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. ഡൽഹിയിൽ നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു മിനിയേച്ചറാണ് ഡൽഹി എങ്കിൽ പോണ്ടിച്ചേരി ഒരു വളരെ മദ്രാസിൽ നിന്നും 150 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രഭരണ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോഴും ഇരുട്ടിലാണ്. പ്രത്യേകിച്ചും അഴിമതി. ഇലക്ഷൻ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ 30 കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും പരമാവധി ആവറേജ് വോട്ടർമാരുടെ എണ്ണം 15,000 എന്ന് പറഞ്ഞാൽ 6,000 വോട്ട് കിട്ടുന്ന ആൾക്കാർ ഇവിടെ വിജയിക്കും. അതുകൊണ്ട് തന്നെ വോട്ട് ഫോർ ക്യാഷ്, ഓരോ വോട്ടർക്ക് ഇവിടെ മിനിമം ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് 3,000-നും 5,000-നും ഇടയ്ക്ക് രൂപ കിട്ടുന്ന ഒരു സംവിധാനം, കാശിന് വോട്ട് എന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർ വെറുതെ കാശ് മുടക്കിയല്ലോ, ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് തിരിച്ച് പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ആ ഒരു കാര്യത്തിന് കാര്യമായ മുടക്കം കഴിഞ്ഞ ഈ കിരൺ ബേദി ഭരണം ഏറ്റെടുത്തു മുതൽ വരാൻ തുടങ്ങിയത് ഇപ്പോഴുള്ള ഭരണ പ്രതിസന്ധിയുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഈ അഴിമതി മറിച്ചാൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ എല്ലാ രീതിയും ഒരു ഫെഡറൽ ഘടനയെ ചോദ്യം ചെയ്യുന്ന നടപടികളും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്ക് മറച്ചു പിടിക്കാനാവുന്നതല്ല.
പുതുച്ചേരിയിൽ മാറി മാറി വരുന്ന സർക്കാരുകളും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഓരോ ഭരണം മാറുമ്പോഴും ഇത് കൂടിക്കൂടി വരികയും ചെയ്തു. ബി നാരായണസ്വാമി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഈ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായി. ധർണയിലേക്കും പ്രതിഷേധ സമരങ്ങളിലേക്കും വരെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പോയത് ഇതിന് ശേഷമാണ്. വലിയ കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും സമരം വിജയമായിരുന്നു എന്ന് തന്നെയാണ് സർക്കാരും മുഖ്യമന്ത്രി വി നാരായണസ്വാമിയും പറയുന്നത്. ആയിരത്തി 1963 പുതുച്ചേരിയിൽ ആദ്യ മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. ശേഷം ഇങ്ങോട്ട് കോൺഗ്രസും DMK-യും അണ്ണാ DMK-യുമെല്ലാം പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. 2011 കോൺഗ്രസ് വിട്ട് NR കോൺഗ്രസ് രൂപീകരിച്ച N രംഗസ്വാമി പുതുച്ചേരിയിൽ ഭരണം പിടിച്ചു. ഈ സമയങ്ങളിലെല്ലാം സർക്കാരും ലഫ്റ്റനന്റ് ഗവർണർമാരും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങളുമുണ്ടായി. NR കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് UPA ആയിരുന്നു കേന്ദ്രത്തിൽ. അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. കോൺഗ്രസ് അതിന് താൽപ്പര്യമെടുത്തില്ല എന്നതാണ് കാര്യം. കേന്ദ്രത്തിൽ NDA-യും പുതുച്ചേരിയിൽ കോൺഗ്രസും ഭരണം ആരംഭിച്ചതോടെ രാഷ്ട്രീയ കളികളുടെ നേർക്കാഴ്ചയായി അധികാര തർക്കം മാറി. കോൺഗ്രസ്കാരും ചെയ്ത തെറ്റെന്ന് വെച്ചാൽ അവർ ഭരണത്തിലിരിക്കുമ്പോൾ പാണ്ടിച്ചേരിക്ക് സ്റ്റേറ്റ് അന്തസ്ത് കൊടുത്തിരിക്കണം, മേടിച്ചിരിക്കണം. അത് ഞങ്ങൾ പറയുമ്പോഴൊക്കെ അവർ വന്ന് നമ്മൾ തന്നെ ഭരണത്തിൽ സെൻട്രലിൽ സ്റ്റേറ്റിലിരിക്കുന്നത് അത് നമ്മൾ കൈ കിടക്കാതിരിക്കുന്നു പറഞ്ഞിട്ട് കൈക്കുള്ളിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത തോന്നിയാസം ഇപ്പോൾ മാറ്റിപ്പിരിക്കുന്നു. ഈ കോൺഗ്രസിൽ നിന്ന് പോയ ഒരു വിഘടിത വിഭാഗമായ N രംഗസ്വാമി നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ NR കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു NDA ഗവൺമെൻറ് രൂപീകരിക്കണം എന്ന അജണ്ടയോട് കൂടെ തന്നെയാണ് കിരൺ ബേദി ഇവിടെ എത്തിച്ചത്. പക്ഷേ നാരായണസ്വാമി എന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യനോടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കിരൺ ബേദിക്ക് ഇതുവരെ ആയിട്ടില്ല. നാരായണസ്വാമി അല്ലാതെ വേറെ ഏതൊരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണെങ്കിലും കിരൺ ബേദിക്ക് മുന്നിൽ അടിയറഞ്ഞു പോകാൻ. അതുകൊണ്ട് നാരായണസ്വാമി എന്ന ആ വ്യക്തിയുടെ കരിസ്മയാണ് ഈ വിഷയം കേന്ദ്രത്തിൽ ഫെഡറൽ സംവിധാനത്തെ പോലും ഉലയ്ക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനും അതൊരു ചർച്ചാ വിഷയമാക്കി തീർക്കുന്നതിലും നാരായണസ്വാമി ഏറെ വിജയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കരുതേണ്ടത്. For some time the relationship between the elected government and the lieutenant governor was good, and slowly she wanted to impose her wishes and decisions on the cabinet. See, in democracy the elected government has got all the rights to implement any scheme, but what she says now, she has been appointed as the administrator for Pondicherry. So I am not the lieutenant governor, I am not a governor, I am the administrator. So the duty of the elected government is to advise her, and that is, she is not supposed to take the advice totally. She says that I have the power to dissent, but it is not so. Legally there is a Union Territory Act 1963 is there, passed by the parliament. She overriding all the rules and regulations. She says, no, I am the administrator, so I will do whatever I want. The elected government should listen. If there is a problem, she can give the another direction, or pending, she will refer to Government of India. ഭരണപരമായ ഓരോ കാര്യങ്ങളിലും കിരൺ ബേദിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി. സർക്കാർ നൽകുന്ന പദ്ധതികൾ ഒന്നും തന്നെ അംഗീകരിക്കാത്ത അവസ്ഥ. ഭരണത്തിന്റെ ആദ്യഘട്ടത്തിലൊന്നും വലിയ രീതിയിൽ പ്രതികരിക്കാതിരുന്ന സർക്കാർ പിന്നീട് പരസ്യമായി പ്രതികരിച്ചു തുടങ്ങി. സോഷ്യൽ മീഡിയ ഉപയോഗം, ഹെൽമറ്റ് നിർബന്ധമാക്കൽ, സ്വച്ഛ് ഭാരത്, ധനവിനിയോഗം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ലഫ്റ്റനന്റ് ഗവർണർ തന്റെ അധികാരം പ്രയോഗിച്ചു. 30 തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് പുറമെ കേന്ദ്ര സർക്കാരിന് 3 പേരെ നോമിനേറ്റഡ് MLA-മാരായി കൂടി സഭയിൽ ഉൾപ്പെടുത്താം. ഇവിടെയും കേന്ദ്രത്തിന്റെ കൃത്യമായ നിർദ്ദേശമെന്നോണം കിരൺ ബേദി ഇടപെട്ടു. ഭരണകക്ഷിയുടെ അഭിപ്രായത്തെ മാനിക്കാതെയും നിയമം ലംഘിച്ചും 3 BJP MLA-മാരെ ഇവർ സഭയിലെത്തിച്ചു. ഭരണത്തെ മറിച്ചിടുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ
അതിനെയും നാരായണസ്വാമി സർക്കാർ അതിജീവിച്ചു. அதாவது இது கிரண்பேடி அம்மையார் மட்டும் இதை செய்யலை. மத்தியில் இருக்கிற பாரதிய ஜனதா ஆட்சி காங்கிரஸ் ஆட்சிக்கு தொல்லை கொடுக்கணும். புதுச்சேரியில் ஒரு என்ஆர் காங்கிரஸ் எதிர்கட்சி இருக்குது, அது அவங்க கூட சேர்ந்துக்கினாங்க. இவங்க 3 பேரும் கூட்டணி சேர்ந்து புதுச்சேரி மாநில வளர்ச்சிக்கு குந்தகம் விளைவிக்கிறது, புதுச்சேரி மாநிலத்தில் எந்த திட்டத்தை நாங்கள் நிறைவேற்றினாலும் அதுக்கு முட்டுக்கட்ட போகிறது, அந்த வேலையை பார்க்குறாங்க. ஆனால் இதே மீறி நாங்கள் நிறைய சாதனைகளை பண்ணியிருக்கிறோம். சட்டம் ஒழுங்கு கட்டுக்குள்ளே வச்சுக்கிறோம், கல்வி தரமான கல்வி கொடுக்குறோம், தரமான மருத்துவம் கொடுக்குறோம், விவசாயத்தில் அவார்டு வாங்கியிருக்கிறோம். அதே போல் நம்ம புதுச்சேரி சிறந்த நிர்வாகன்ற அவார்டு வாங்கியிருக்கிறோம். ஸ்வச் பாரத்தில் பள்ளிக்கூடங்களுக்கு அவார்டு வாங்கியிருக்கிறோம். நல்ல ஸ்வச் போலீஸ் ஸ்டேஷனில் அவார்டு வாங்கியிருக்கிறோம். நேற்று அதாவது சஸ்டைனபிள் டெவலப்மெண்ட் கோல்னு சொல்லி நித்தி ஆயோகும் வேர்ல்டு பேங்க்கும் பண்ண சர்வேயில் புதுச்சேரி மாநிலம் இந்த இந்தியாவிலே அகில இந்திய அளவிலே மக்கள் எல்லா வசதிகளும் பெற்று வாழ்கிற மாநிலம்னு சொல்லி அவங்க சர்வே ரிப்போர்ட்டில் நாங்கள் 5வது இடத்துல இருக்கிறோம். அதாவது மொத்தம் 29 மாநிலங்கள் 4 யூனியன் பிரதேசங்களில் நம்ம 5வது இடத்துல இருக்கிறோம். அதனால் இவங்க எவ்வளோ தொல்லை கொடுத்தாலும் மக்கள் நலத்திட்டங்களை நிறைவேற்ற மனைவி செஞ்சு வரோம். அது இந்த தொல்லை இருக்க தான் செய்யும், இன்னும் 2 மாதம் இருக்கும். அப்படி இருந்தாலும் கூட we will win, எங்களுக்கு வெற்றி கிடைக்கும். Delegation of powers, financial powers. The government of India sent a letter to Lieutenant Governor that because the budget amount has gone twice, thrice, 4 times of last decade, so they want to, whenever we want to implement a scheme with worth of 300 crores, 400 crores, then we have to take permission from Government of India. Then they want it's a cumbersome procedure and time delaying, and then by the time when we get a permission from the Government of India, the escalation cost will be more. So we thought that we represented the Government of India that you just redelegate the financial powers to the local government. So accordingly, the Government of India redelegated financial powers to Lieutenant Governors with direction to Lieutenant Governor that further she has to redelegate powers to the Council of Ministers. Now she says, no, I will not do it because I am accountable for every money, I am the administrator, so I will not delegate because something goes wrong, then I will be responsible. Such a drastic decision she takes. So basically the fight is the right of the elected government, like Delhi government. இதே போல் புதுச்சேரி மாநிலத்தில் வைத்திலிங்கம் அவர்கள் முதலமைச்சராக இருக்கிற பொழுது ஆந்திரா தமிழகத்தில் சென்னாரெட்டி அவர்கள் கவர்னராக இருக்கிற பொழுது புதுச்சேரியை அடிஷ்னலாக அவர் கவனித்தார். துணைநிலை ஆளுநர் பொறுப்பையும் சென்னாரெட்டி கவனித்தார். அப்பயும் இதே போல் ஒரு மையமான பிரச்சனை எழுந்தது. அன்றைக்கி இருந்த முதலமைச்சர் வைத்திலிங்கம் இல்லை அமைச்சரவைக்கும் முதலமைச்சருக்கும் தான் அதிகாரம் இருக்கிறது, அவர்கள் என்ன முடிவு எடுக்கிறார்களோ அந்த முடிவை துணைநிலை ஆளுநர் அவர்கள் ஒப்புக்கொள்ள வேண்டும் அப்படிங்கிறத வலியுறுத்தினால அது சென்னாரெட்டி ஒப்புக்கொள்ளலை. அந்த நேரத்தில் மத்திய உள்துறை அமைச்சகத்தை அன்றைக்கு இருந்த முதலமைச்சர் அணுகி யாருக்கு அதிகாரம் இருக்கிறது என்ற அந்த நிலையை விலைக்கு சொல்ல வேண்டும் அப்படிங்கிற அடிப்படையில் வரும்போது அவங்க கவுன்சில் ஆஃப் மினிஸ்டர்ஸ் அமைச்சரவைக்கு தான் அதிகாரம் இருக்கிறது, துணைநிலை ஆளுநர் அவர்கள் அமைச்சர் அவை எடுக்கக்கூடிய அந்த முடிவுகளுக்கு ஒப்புதல் அளிக்க வேண்டும் என்பது அப்பொழுதே சென்னாரெட்டிக்கும் வைத்திலிங்கம் அவர்களுக்கும் ஏற்பட்ட அந்த முரண்பாடு என்ற அடிப்படையில் அன்றைக்கிருந்த மத்திய உள்துறை அமைச்சகம் அப்பயே அந்த பிரச்சனைக்கு ஒரு முற்றுப்புள்ளி வைத்திருக்கிறது. ஆனால் இப்போ எழுந்திருக்கிற இந்த புதிய பிரச்சனை என்பது வேண்டுமென்றே ஒரு அரசியல் உள்நோக்கத்தோடு துணைநிலை ஆளுநருடைய செயல்பாடு என்பது முழுக்க ஒரு அரசியல் ரீதியான செயல்பாடாக இருக்கிற காரணம்தான் உள்துறை அமைச்சகமும் இதை பற்றி ஒரு சரியான புரிதலை ஏற்கனவே கொடுத்திருக்கக்கூடிய அந்த நடைமுறையை கூட இப்போதைக்கு மீண்டும் வலியுறுத்துவதற்கு இன்றைக்கு தயாராக இல்லாத ஒரு சூழல் இருக்கிறது. സംസ്ഥാന സർക്കാർ നിരവധി തവണകളായി ആവശ്യപ്പെട്ട 38 പദ്ധതികൾക്ക് ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകുന്നില്ലെന്ന് കാണിച്ച്
മുഖ്യമന്ത്രി വി നാരായണസ്വാമിയും മന്ത്രിമാരും രാജ്നിവാസിനു മുന്നിൽ ധർണാ സമരം ആരംഭിച്ചു. ഫെബ്രുവരി 14-നായിരുന്നു അത്. ജനാധിപത്യ വ്യവസ്ഥിതിയെപ്പോലും അവഹേളിച്ചുകൊണ്ട് കിരൺ ബേദി ഡൽഹിയിലേക്ക് പോയി. നേരത്തെ ചർച്ചയ്ക്ക് സമയം അനുവദിച്ച 21-ാം തീയതി മാത്രമേ മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കൂ എന്നതായിരുന്നു ലഫ്റ്റനന്റ് ഗവർണറുടെ നിലപാട്. റോഡിൽ കിടന്നുറങ്ങി 6 ദിവസം മുഖ്യമന്ത്രി തന്നെ സമരത്തിന് നേതൃത്വം നൽകി. പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ സമരത്തിന് പിന്തുണയുമായി എത്തി. ഇതോടെ കിരൺ ബേദി തിരികെ എത്തി ചർച്ച നടത്തി. ചില പദ്ധതികൾക്ക് വാക്കാൽ മാത്രം അനുമതി നൽകി. இது ஒரு அரசாங்கம், மக்களால் தேர்ந்தெடுக்கப்பட்ட அரசாங்கத்துக்கு மக்களுக்கான திட்டங்கள் நிறைவேற்றுவதற்கு உரிமை இருக்குது, அதிகாரம் இருக்குது. நாங்கள் தேர்தலில் மக்களுக்கு கொடுத்த வாக்குறுதியை நாங்கள் நிறைவேற்றி ஆகணும். அதுதான் நாங்கள் செய்கிறோம். ஆனால் இடையில நியமிக்கப்பட்டவங்க இடையில நீ அதை செய்யக்கூடாது, நீ இதை செய்யக்கூடாதுன்னு சொல்கிறது அவங்களுக்கு அதிகாரம் இல்லை. அதனால் மக்கள் மத்தியில் எங்களுடைய ஆர்ப்பாட்டம் மிகப்பெரிய அளவில் மக்கள் மத்தியில் போயிருக்கு. புதுச்சேரி மட்டும் இல்லை, அகில இந்திய அளவில் போயிருக்கு. ஃபஸ்ட் ஸ்டெப் ஒரு ஸ்டெப் முன்னேறிக்குது, அதே உள்ள இதையும் தொடர்ந்து போராடணும். ആ പോരാട്ടം എന്നത് സ്റ്റേറ്റ് വിട്ട് മേടിക്കാനുള്ള പോരാട്ടം. അത് 6 ഭരണം വന്നാലും ശരി, ആദ്യം പാണ്ടിച്ചേരിക്ക് സ്റ്റേറ്റ് വിട്ട് കിട്ടും. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കൾ ചെയ്യണം. അവർ തെറ്റ് ചെയ്താൽ அதை കൺകാണിക്കുന്ന, அதை ഫോളോ ചെയ്യുന്നത്, അതിന് മീത് നടപടിക്ക് എടുക്കാനുള്ള ജനാധിപതിയുടെ അംഗീകാരം മേടിച്ച് ചെയ്യേണ്ട ഒരാളാണ് ഗവർണർ എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലയെ ജനങ്ങൾ മധ്യയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ തന്റെ നിലപാടുകളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കിരൺ ബേദി സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ പോരാട്ടം തുടരുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലാണ് സർക്കാരും അനുകൂല പാർട്ടികളും. ലഫ്റ്റനന്റ് ഗവർണർക്കെതിരായ പരസ്യ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുമ്പോഴും അതിനൊപ്പം തന്നെ നിയമ നടപടികൾക്കും ഒരുങ്ങിയിട്ടുണ്ട് സർക്കാർ. വി നാരായണസ്വാമിയുടെ നേതൃത്വത്തിൽ തന്നെ ഹൈക്കോടതിയിൽ വിവിധ കേസുകൾ ഇപ്പോൾ ഇതിനെതിരെ നൽകി കഴിഞ്ഞു. ഈ കേസുകളിലൊക്കെ തീരുമാനമാകുന്നതുവരെ പ്രതിഷേധം തുടരുക എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം. പ്രധാനപ്പെട്ട ആവശ്യം ഗവർണറെ തിരിച്ചു വിളിക്കുക എന്നതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹരിത ട്രിബ്യൂണലും എല്ലാം തന്നെ കിരൺ ബേദിയുടെ അധികാര ദുർവിനിയോഗത്തെ എതിർത്തിട്ടുണ്ട്. എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരത്തിൽ ഇരിക്കുന്നതിനാലും കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതിനാലും നടപടികളിലേക്ക് ആരും ഇതുവരെ കടന്നിട്ടില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ കേസിനെ തുടർന്ന് കിരൺ ബേദിക്ക് നോട്ടീസ് നൽകി. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അതുമുണ്ടായില്ല. വീണ്ടും കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിക്കാനായി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. So, as in the case of Kejriwal, in that Kejriwal case also, the Supreme Court in the Constitution bench, they have given very clear judgment. There is only one word, is finest word in the judgment is the Supreme Court has said, if any well deliberated decisions of the cabinet is negated by an administrative head, it is denial of democracy. So this is a very one line definition for a democracy, the Supreme Court has said. So the Supreme Court, on anybody for that matter, everyone should uphold the constitutional provisions. ഒരു നിമിഷം കൂടെ പദവിയിൽ ഇരിപ്പதற்கு ലായക്കറ്റവർ, ഒരു നിമിഷം കൂടെ ഭരണത്തിൽ ഇരിക്കാനുള്ള അർഹതയറ്റവരാണ് കിരൺ ബേദി. എല്ലാ തോന്നിയാസങ്ങളും അരശിലം ചട്ടത്തിൻ്റെ വിധിമുറകളെ മീറി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഭരണഘടന ലംഘനം എന്നുകൊണ്ട് മധ്യ സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉടനടിയായിട്ട് പിൻവലിക്കണം എന്ന് രാഷ്ട്രപതിക്കും അയച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഇവിടെയും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചിട്ടുണ്ട്, കോർട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതുവരെയ്ക്കും എനിക്ക് കിട്ടിയിട്ടില്ല. പുതുച്ചേരിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നത് 1987-ലാണ്. ഇപ്പോൾ NR കോൺഗ്രസിന്റെ വക്താവും മുൻ കോൺഗ്രസ് നേതാവുമായിരുന്ന വി ബാലനാണ് ആദ്യമായി ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് 11 തവണ ഇക്കാര്യം സഭയിൽ മാത്രം ആവശ്യമായി വന്നിട്ടുണ്ട്. 2011-ൽ NR കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ആവശ്യം ശക്തമായിരുന്നു. UPA സർക്കാർ നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണർ ഭരണത്തിൽ ഇടപെടുന്നത് തടയാനായിരുന്നു NR കോൺഗ്രസിന്റെ ഈ നീക്കം. എന്നാൽ ഇതിന് കോൺഗ്രസ് അനുവദിച്ചില്ല. സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിലും സ്വതന്ത്ര സംസ്ഥാന പദവിക്കായി ഒരുമിച്ച് പോരാടാൻ തയ്യാറാണെന്ന നിലപാടിലാണ് NR കോൺഗ്രസ് ഇപ്പോഴും.
എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനായി ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. സ്വതന്ത്ര ഭരണ പദവി ലഭിച്ച കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതുച്ചേരിയുടെ അവസ്ഥ. 3 സംസ്ഥാനങ്ങളിലായാണ് പുതുച്ചേരിയുടെ പ്രദേശങ്ങളുള്ളത്. ഇത് കാര്യമായ തിരിച്ചടിയാണ്. കേന്ദ്രം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ വേറെയും. ஸ்டேட் வுட்டுக்காக தான் நாங்கள் வந்து டெல்லியிலே போய் ஒரு தர்ணா போராட்டம் நடத்தினோம். மிகப்பெரிய எழுச்சியான போராட்டம், மக்கள் மத்தியில் நல்ல வரவேற்பு இருந்தது. டெல்லியில் அனைத்து கட்சிகளும் போய் போராட்டம் நடத்தினோம். எப்படி இங்கே வந்து அனைத்து கட்சிகளும் உட்காந்து தர்ணா இருந்தோமோ அதே போல் அனைத்து கட்சிகளும் அங்கே போய் நடத்தினோம். மக்கள் மத்தியில் நல்ல செல்வாக்கு இருந்தது, மக்கள்லாம் பாராட்டினாங்க அதை. அது வந்து பிரதமரை பொறுத்த வரைக்கும் டெல்லியினுடைய நிலைமை வேறு, எங்களுடைய நிலைமை வேறு. இங்கே புதுச்சேரிக்கு மாநில அந்தஸ்து கொடுக்குறது, இப்போ மிசோரம் கொடுத்துருக்காங்க, அருணாச்சல் பிரதேஷ் கொடுத்துக்கிறாங்க, நாகாலாண்டு கொடுத்துக்கிறாங்க, மணிப்பூர் கொடுத்துக்கிறாங்க, கோவா கொடுத்துறாங்க. புதுச்சேரி கொடுக்குறது ஒன்றும் பிரச்சனை இல்லை. அதனால் வந்து புதுச்சேரிக்கு மாநில அந்தஸ்து என்பது எங்களுடைய கொள்கை. இப்போது இது குறித்து சென்னை உயர்நீதிமன்றத்திலேயும் வழக்கு தொடுக்கப்பட்டிருக்கிறது. சட்டமன்ற உறுப்பினர் லட்சுமி நாராயணன் அவர்கள் வழக்கு தொடுத்திருக்கிறார்கள். அந்த வழக்கின் மீது என்ன தீர்ப்பு வரும் என்பதையும் எதிர்பார்த்து கொண்டிருக்கின்றோம். ഒരു 5 കിലോമീറ്റർ പോണ്ടിച്ചേരി, വേറൊരു 7 കിലോമീറ്റർ തമിഴ്നാട്, വേറൊരു 2 കിലോമീറ്റർ പുതുച്ചേരി എന്നിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും എല്ലാം കിടക്കുക. വളരെ സങ്കീർണമാണ്. ഒരു സംസ്ഥാന പദവി ആത്യന്തികമായിട്ട് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം കേരളം, മാഹി കേരളത്തോട് ലയിക്കുക, കാരക്കൽ തമിഴ്നാട്ടിലോട്ട് ലയിക്കുക, പുതുച്ചേരിയും തമിഴ്നാട്ടിലോട്ട് ലയിക്കുക, യാനം ആന്ധ്രയിലോട്ട് ലയിക്കുക. ഇത് മാത്രമാണ് ശാശ്വതമായ ഒരു പരിഹാരം. അല്ല, സ്വതന്ത്ര സംസ്ഥാനം എന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസ്റ്റന്റ് ഡ്രീം. പുതുച്ചേരിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി നേടിയെടുക്കുക എന്നതാണ് ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം. എന്നാൽ നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനു മുമ്പിലുണ്ട്. ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും പുതുച്ചേരിയിലുള്ളത് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിലും പുതുച്ചേരിയിലും ഒരേ ഭരണമുണ്ടാവണം, ഒരേ കക്ഷി ഭരിക്കണം. അങ്ങനെയെങ്കിലും ഈ പ്രശ്നം താൽക്കാലികമായെങ്കിലും അവസാനിക്കും. അതല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും തർക്കങ്ങളും എല്ലാം.